ചാച്ചയ്ക്ക് എന്താ ഇത്ര കുഴപ്പം? ആ ചാച്ചൻ ഓട്ടോ ഓടിച്ച് നടന്നിട്ടാണ് ഇവിടം വരെ എത്തിയത്. ഞാൻ അന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പുന്നാര മോളെ നീ ഇവിടെ നിന്ന് 2 കാലം നീ ഇവിടെ ഇറങ്ങി പോകുന്നില്ല. അടിച്ചതിന് ഒതുക്കിയാണ്. നിനക്ക് ഇവിടുത്തെ തലവഴി കൂടിയിട്ടുണ്ടല്ലോ, നിനക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റുമോ? എന്തായാലും മസ്താനി എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ബിഗ് ബോസിൽ വന്നിട്ട് വൈൽഡ് കാർഡ് എൻട്രി ചെയ്ത മസ്താനി അത്യാവശ്യം നല്ല രീതിയിൽ രേണുസുതി ഉൾപ്പെടെ എല്ലാവരും നല്ല രീതിയിൽ വെറുപ്പിച്ച അപ്പാനും ശരത്തിനും ഉൾപ്പെടെ വെറുപ്പിച്ചിട്ടാണ് പുള്ളിക്കാർ പുറത്തിറങ്ങിയത്. അതിപ്പോ പുറത്തിറങ്ങിയ സമയത്ത് മസ്താനി പറഞ്ഞിരുന്നു, ഞാൻ കുറച്ച് ബിഗ് ബോസിൽ ഓവറായിരുന്നു, അതിലെനിക്ക് കൊറ്റുപോകുന്നുണ്ടെന്ന് പുള്ളിക്കാർ പറഞ്ഞിരുന്നു. ആ ഒരു വ്യവസ്ഥയാണ് എന്താണെന്നറിയില്ല. മസ്താനി അധികം ഒന്നും സംസാരിക്കുന്നില്ല. പക്ഷെ പറഞ്ഞ 1-2 വാക്കുകൾ പറഞ്ഞത് യോജിപ്പില്ല. അതായത് ഓട്ടോയിലാണ് പോയത് എന്നുള്ളത്, ബിൻസി ആയിട്ടുള്ള പ്രശ്നത്തിൽ. ബിൻസി ഓട്ടോയിലാണ് പോയത്, അവരുടെ അച്ഛൻ ഓട്ടോയിലാണത് അത്രയ്ക്ക് വലിയ മോശമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഇവിടെ ബിൻസി റീ എൻട്രി നടത്തിയ മുതല് പല്ലും മോന്ത അടിച്ച് പൊട്ടിക്കും എന്നുള്ള ഡയലോഗ് മാത്രമാണ് ബിൻസി പറയണത്. വലിയ രീതിയിലുള്ള വർത്താനൊക്കെയാണ് പുള്ളിക്കാരി തട്ടിവിടുന്നത്, തള്ളി മറിക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വെറുപ്പിക്കുന്നുണ്ട് ബിൻസി പഴയതിനേക്കാളും കൂടുതൽ, പ്രത്യേകിച്ച് അനുമോളുടെ വിഷയത്തിലല്ല. ഇപ്പൊ മസ്താനി ബിൻസി നല്ല പൊരിഞ്ഞ അടി നടക്കുന്ന ലൈവില് ബിൻസി പറയുന്നുണ്ട്, എന്നെക്കാളും അന്തസ്സായിട്ട് ഞാൻ ബിഗ് ബോസ് ഇറങ്ങിപ്പോയെന്ന് പറയുമ്പോ മസ്താനി അത് ചാച്ചന്റെ ഹോട്ടലല്ലേ എന്ന് പറയുന്നത്. ചാച്ചന്റെ ഹോട്ടലിൽ പോകണം അത്രയും തെറ്റൊന്നുമല്ല. പക്ഷെ ആ ഒരു പ്രസ്താവന ബിൻസി അല്ല മസ്താന്റെ ഭാഗത്ത് തെറ്റാണ്. എങ്കിൽ കൂടി അതിന് നല്ല തന്തിക്കും തള്ളിക്കും ഉണ്ടാവണം. എനിക്ക് പറയാൻ നല്ല തന്തി ഉണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് ബിൻസി സംസാരിച്ചത്. മാത്രമല്ല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇവർ തമ്മിൽ എന്തോ മുൻപെന്തോ ഇവിടെ നിന്ന് 2 പേരും എവിക്റ്റഡ് ആയ ശേഷം ബിൻസി കൊടുത്തൊരു ഇന്റർവ്യൂ തമ്മിൽ ഇവരെന്തോ ഒരു ക്രാഷ് നടന്നിട്ടുണ്ട് എന്നാണ് എനിക്കും അറിയില്ല. അപ്പൊ അതിന് ശേഷമുള്ളൊരു പ്രോബ്ലമാണ് ഇവിടെ ബിഗ് ബോസ് ഇറങ്ങിയിരുന്നത്. ബിൻസി പറയണത്, നീ പുക്കിട്ട് നടന്നുകൊണ്ടോ പേര് മാറ്റിയതുകൊണ്ടോ സംസ്കാരം തിരിച്ചു വിട്ടില്ല, അതിന് നല്ല തന്നി നല്ല ഉണ്ടാവണം, തന്നി നല്ല അടിച്ചു വളർത്തതിന് കുഴപ്പമുള്ള ഒരു സംസാരമാണ്. അതായത് മസ്താനിയുടെ പാരന്റ്സിന് അച്ഛനും അമ്മനൊക്കെയാണ് ബിൻസി വിളിക്കുന്നത്. മുമ്പ് ബിഗ് ബോസ് തുടങ്ങിയ സമയത്തൊക്കെയാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നത്. കൂടുതലും ഷാനവാസും അക്ബറൊക്കെ ഉള്ള സമയത്താണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തന്തയ്ക്കും വിളിക്കുന്ന ഒരു സ്വഭാവം വൃത്തിയായിട്ട് പ്രവണത ഉണ്ടായിരുന്നത്. അപ്പൊ അവരൊക്കെ പോയി അവർക്ക് നല്ല ഒരു മാറ്റം കൊണ്ടുവന്ന് നല്ല രീതിയിൽ നല്ല വൈബിൽ ബിഗ് ബോസ് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഇവരുടെ ഒരു കടന്നു വരുന്നത്. അതെനിക്ക് ആവശ്യമില്ലാത്തൊരു റീ എൻട്രി ആയിട്ട് തോന്നിയത് ബിഗ് ബോസിൽ. ഇപ്പം വന്ന് എല്ലാവരും ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ വെറുപ്പിക്കുന്നുണ്ട്. ബിൻസി ആയാലും അപ്പാനി ആയാലും കലാഭവൻ സാരികയായാലും ഇവര് എല്ലാവരും ടീമായി ക്യാമറ സ്പേസ് കിട്ടുമ്പോൾ എന്തൊക്കെ കാട്ടിക്കൂടുന്നു മസ്താൻ ഉൾപ്പെടെ. അപ്പൊ ഇവര് വീണ്ടും പ്രശ്നങ്ങൾ പ്രൊമോട്ട് ചെയ്ത് ഇപ്പൊ നിലവിലുള്ള ആളുകളെ ബിഗ് ബോസിൽ ഇതുവരെ നിന്നിട്ടുള്ള ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ആയി. ഇപ്പൊ ഏറ്റവും കൂടുതൽ അവിടെ ക്രൂശിക്കപ്പെട്ടത്, അതായത് ഏറ്റവും കൂടുതൽ വളർന്നിട്ട് ആക്രമണം നേരിട്ട ഒരു വ്യക്തിയാണ് ബിഗ് ബോസിൽ തുടക്കം മുതൽ ആക്രമണം നേരിട്ട വ്യക്തിയാണ് അനുമോള്. ഇപ്പോ ഈ റീ എൻട്രി മത്സരത്തിൽ ഉൾപ്പെടെ ഇപ്പൊ അവര് കുറച്ച് ഒതുങ്ങിയ ശേഷമാണ് വീണ്ടും മസ്താനിയും ബിൻസിയും തമ്മിൽ പുരിഞ്ഞടിക്കും. എന്തായാലും മസ്താനി കുറച്ച് പോസിറ്റീവ് റിവ്യൂസ് വന്നിട്ടുണ്ട്. മസ്താനി അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുള്ള ഏറ്റു പറഞ്ഞ ഒരു വലിയൊരു ഇന്റർവ്യൂ ഉണ്ട്. അതായത് ചാനൽ കൊടുത്ത ഇന്റർവ്യൂവിൽ അവരുടെ ഭാഗത്തുള്ള എല്ലാ മിസ്റ്റേക്കുകളും അവർ തുറന്നു പറഞ്ഞ ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്താണ്. ഒരുപാട് സൈബർ ബുള്ളിങ്, സൈബർ അറ്റാക്കുകളൊക്കെ നേരിട്ട ഒരു വ്യക്തിയാണ് മസ്താനി ബിഗ് ബോസ് ഇറങ്ങിയ സമയത്ത് അപ്പാനി ശരത്തിന്റെ വിഷയത്തിലൊക്കെ. അപ്പൊ അതിനുശേഷം ഇവര് കുറച്ച് ഒതുങ്ങിയ പോലെയാണ് ബിഗ് ബോസിൽ വന്നത്. അവര് ബിഗ് ബോസിൽ കയറാൻ സമയത്ത് ഫ്ലൈറ്റ് കുറച്ച് ലേറ്റാണ് ബിഗ് ബോസിൽ എൻ്റർ ചെയ്തത്. ആ സമയത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ. എന്തായാലും മസ്താനേക്കാളും കൂടുതൽ വെറുപ്പിക്കുന്ന ഒരു പുള്ളിക്കാരിയാണ് നമ്മുടെ ബിൻസി എന്ന് പറയുന്നത്. കാരണം ബിൻസി പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ല രീതിയിൽ എയറിലാവുന്നുള്ള കാര്യത്തിൽ ഡൗട്ടില്ല. ബിൻസി പറയുന്നത് മസ്താനെ നീ പുറത്തേക്ക് വരുന്ന സമയത്ത് സിമിന്റ് ചാക്കൊക്കെ തലയിൽ വെച്ച് നടക്കണം എന്നൊക്കെ കൊണ്ട് അങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തുന്നുണ്ട് ബിൻസി. പക്ഷെ എനിക്ക് തോന്നുന്നത് ബിൻസി മസ്താനേക്കാളും കൂടുതൽ ഇനി എയറിലാവാൻ പോണത് ബിൻസി ആയിരിക്കും. കാരണം വന്നപ്പോൾ മുതലുള്ള വെറുപ്പിക്കൽ വരെ പട്ടി ഷോ വരെ ഇമാതിരിയുള്ള വർത്തമാനങ്ങൾ എല്ലാം കൊണ്ടും ബിൻസി ഇപ്പോൾ തൽക്കാലത്തിലേക്ക് എയറിലാണ്.